ദൃശ്യത്തിൻ്റെ ഒന്നാമത്തെ വിജയം കണ്ടപ്പോൾ തന്നെ അത് ചൈനീസ് ഭാഷയിലേക്കും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തു. അവിടെയും സൂപ്പറായിട്ട് പോകുന്നു. അപ്പോൾ ഒരു മലയാള സിനിമ ഒരേപോലെ അത് മലയാളത്തേക്കാൾ കൂടുതലായിട്ടോ സൂപ്പർ ഹിറ്റായിട്ട് പോകുന്നത് ഒരു വാർത്ത തന്നെയാണ്. ഇവിടെ ഹിറ്റായ സിനിമ ഹിന്ദിയിൽ ഹിറ്റാവണമെന്നില്ല, അല്ലെങ്കിൽ ഹിന്ദിയിൽ ഹിറ്റായ സിനിമ ഇവിടെ ഹിറ്റാവണമെന്നില്ല. അത് പറയാൻ കാരണം ഇവിടെ മലയാളത്തിൽ പല ഹിറ്റ് സിനിമകളും ചെയ്തിട്ടുണ്ട്, ഫ്ലോപ്പ് സിനിമകളായിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രിയദർശനാണ് ആ ഹിന്ദി ചെയ്തപ്പോൾ ഹിന്ദിക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഈ സിനിമയൊക്കെ എടുത്ത് ഹിറ്റാക്കിയത്. പ്രിയൻ്റെ പടത്തിലേക്ക് അഭിനയിക്കാൻ മടി കാണിച്ചിരുന്ന പ്രശസ്ത നടീനടന്മാർ പോലും പ്രിയൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടെന്താ, ഇവിടെ ഫ്ലോപ്പായി മാറിയ സിനിമകൾ ഹിന്ദിയിലെടുത്ത് പ്രിയൻ ജയിപ്പിച്ചു. അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരാൻ കാരണം ഈ ദൃശ്യം 3 ഭാഷകളിലും ഒരേപോലെ അതിൽ കൂടുതലായി ഹിറ്റായി പോയി. അത് രണ്ടാം ഭാഗം എടുക്കാനും പ്രേരിപ്പിച്ചു.